ബൽക്കീസ് ചെല്ലുമ്പോ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഗ്ലാസ്സാണ്. താഴെ അരുവി ഇങ്ങനെ കൂലം കുത്തിയൊടുകയാണ്. മഹാനായ സുലൈമാൻ നബി ബൽക്കീസിനെ സ്വീകരിക്കാനിരിക്കുമ്പോ നൂറുകണക്കിന് ഒട്ടകത്തിന് മുകളിൽ നവഗതിത രത്നങ്ങളുടെ കൊട്ടാരവുമായി ബൽക്കീസ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെത്തി. ആ സമയത്ത് ഖുർആൻ പറയാ, നിങ്ങളൊക്കെ മഹാഭാരതത്തിലെ കഥ കേട്ടിട്ടുണ്ടാവും. യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിലെത്തിയപ്പോ താഴെ ഒടുകുന്നത് അരുവിയാണെന്നറിയാട്, ഗ്ലാസ് ഉണ്ടെന്നറിയാട്, വസ്ത്രം പൊക്കി നടന്നുപോയ ദുര്യോധനന്റെ കഥ മഹാഭാരതം പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അന്തം വിട്ട മുസ്ലിമേ, നിനക്കറിയുമോ ബിൽക്കീസ് സ്ഫടികത്തിന്റെ മുകളിലെത്തിയപ്പോ ആ കാണുന്ന ഗ്ലാസിന്റെ താഴ്ഭാഗത്തൂടെ ഒരുകുന്ന അരുവി കണ്ടപ്പോ അത് യഥാർത്ഥ അരുവിയാണെന്ന് ധരിച്ചു പോയ ബൽക്കീസ് രാജ്ഞി അരുവിയിലോട്ടിറങ്ങാൻ വേണ്ടി അവളുടെ വസ്ത്രം ഇങ്ങനെ കണങ്കാലിൽ നിന്ന് പൊക്കി. ഖുർആൻ സൂറത്തുൽ നംൽ ഫലമ്മാ കശഫത് സാഖൈഹാ, ആ വസ്ത്രാന്തരം നിന്റെ കാൽമുട്ടിൽ നിന്ന് പൊക്കിയപ്പോ എന്നിട്ട് നേരെ കാലെടുത്തു വെക്കുമ്പോ അപ്പോഴാണിത് ഗ്ലാസാന്ന് മനസ്സിലായത്. മറുഭാഗത്ത് നിന്ന് സുലൈമാൻ നബി പറഞ്ഞു, ബിൽക്കീസ് അത് അരുവിയല്ല, ഖാല ഇന്നഹു സർഹും മുമറദും മിൻ ഖവാരീർ, അത് ഗ്ലാസിന്റെ താഴ്ഭാഗത്തു കൂടി കൃത്രിമ അരുവി ഒഴുകുന്നതാണെന്ന് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ. ഖുർആൻ പറയാ, ആ ഗ്ലാസ് കണ്ടപ്പോ ഗ്ലാസാന്ന് മനസ്സിലായില്ല, അരുവിയാന്ന് കരുതി. ബൽക്കീസ് ഫലമ്മാ കശഫത് അൻ സാഖൈഹാ, തന്റെ വസ്ത്രം ഇങ്ങനെ പൊക്കി. എന്നിട്ട് അരുവി ചവിട്ടാൻ പോയപ്പോഴാണ് ഗ്ലാസുമേ ചവിട്ടിയത്. അപ്പുറത്തുനിന്ന് സുലൈമാൻ നബി പറഞ്ഞു, ബൽക്കീസ് ഖാല ഇന്നഹു സർഹും മുമറദും മിൻ ഖവാരീർ, അതൊരു സ്ഫടികമാണ് ബൽക്കീസേ, താഴേക്കട അരുവി വെറുതെ ഒഴുകുന്നതാണ് എന്ന് പറഞ്ഞ് ചിരിച്ചു മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മഹാഭാരതത്തിൽ ഇതേ കഥ കേൾക്കുമ്പോ നമ്മൾ അന്തം വിട്ട് അന്താളിച്ചു നിൽക്കാൻ, എടാ നിന്റെ ഖുർആൻ പറഞ്ഞതാണ് ഇതെന്ന് എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല? എന്തേ നിനക്ക് പറയാൻ കഴിഞ്ഞില്ല? അള്ളാഹു ഖുർആനിലൂടെ പഠിക്കാൻ, അവന്റെ മൂസത്തിനെ പഠിക്കാൻ, അവന്റെ കലാമിനെ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ വഴിയിലൂടെ നമ്മളെ നടത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ പാഠങ്ങളിലൂടെ, ഖുർആൻ പറഞ്ഞ വീതികളിലൂടെ, ഖുർആൻ പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങളിലൂടെ, ലോകത്ത് ആദ്യമായിട്ട് നിങ്ങൾ കഴിക്കണ ബിരിയാണി അരി ഉണ്ടല്ലോ, ബിരിയാണി കഴിക്കാറില്ലേ? തലശ്ശേരി ബിരിയാണി കഴിക്കാറില്ലേ? അതിന്റെ ചെറിയ ബസ്മതി അരി ഉണ്ടല്ലോ, ആ അരിയെ കുറിച്ച് ആദ്യം പറഞ്ഞു തന്നാരാ? ആരാ പറഞ്ഞെന്ന്? ഖുർആൻ. എവിടെ? ചുമ്മാ പറഞ്ഞാ പോരാ, എവിടെ നിങ്ങൾ പറയണം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിനേക്കാൾ സന്തോഷമുള്ള വർത്താനുണ്ട്, ബിരിയാണി അരി കഴിക്കാന്ന് പോലും. നല്ല സുഗന്ധമുള്ള ധാന്യമണി നിങ്ങൾക്ക് ഞാൻ പ്രദാനം ചെയ്തില്ലയോ? സുഗന്ധമുള്ള ധാന്യമണി, ആ സുഗന്ധമുള്ള ധാന്യമണിയാണ് ബസ്മതി അരി. അതിപ്പോ വേവിച്ചാലും വേവിച്ചില്ലെങ്കിൽ അതിനൊരു സുഗന്ധമുണ്ട്. അത് വേവിച്ചാലും ഒരു സുഗന്ധമുണ്ട്, വേവിച്ചില്ലെങ്കിലും. ബിരിയാണി അരിക്ക്, ബസ്മതി റൈസിന് ഒരു സുഗന്ധമുണ്ട്. വൽഹബ്ബുൽ അസ്ഫി വറൈഹാൻ, നിങ്ങൾക്ക് ഞാൻ സുഗന്ധമുള്ള ധാന്യമണി തന്നില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ മുസ്ലിങ്ങളെ, നിങ്ങൾ നല്ല നോൺ വെജേ കഴിക്കാവൂ, വെജ് അത്ര നല്ലതല്ല. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? വെജോ നോൺ വെജോ? നിങ്ങൾ എന്താ മിണ്ടാത്ത? നിങ്ങൾ കണ്ണൂരുകാര് ഡൈനിങ് ടേബിൾ നിറച്ച് സാധനം ഉണ്ടാക്കിയിട്ട് തികയാതെ പിന്നെ ഇരിക്കണ കസേരയിലും കൂടെ വിളമ്പണ ആളുകളാണ് നിങ്ങൾ. അമ്മാതിരി ആളുകൾക്ക് മുട്ട സുറുക്ക, മുട്ടപ്പത്തല്, ആ പത്തല്, ഈ പത്തല്, ഒരു JCBയുടെ ടയറിന്റെ വലിപ്പമുള്ള റൊട്ടി, പത്തിരി, ഇങ്ങനെ കുറെ സാധനങ്ങൾ വിഭവങ്ങളുടെ വൈവിധ്യം കൊണ്ടും രുചിയുടെ നിറഭേദം കൊണ്ടും കേരളത്തെ വിസ്മയിപ്പിച്ചു കൊടുത്ത പലഹാരത്തിന്റെ മുസന്നിഫീങ്ങളും മുഫസ്സിരീങ്ങളുമാണ് നിങ്ങൾ കണ്ണൂരുകാര്. നിങ്ങൾക്കറിയാൻ പാടാത്ത ഭക്ഷണം ഏതാ ഉള്ളത്? ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? വെജ് കഴിക്കണാണോ നല്ല നോൺ വെജ് ആണോ? എന്താ സാബറ? നോൺ വെജ് നിനക്ക് എന്നല്ലേ? ഏറ്റവും നല്ല ഭക്ഷണം നോൺ വെജാണ്. ഖുർആൻ. അപ്പൊ നിങ്ങൾ ഉസ്താദേ, ഡോക്ടർമാര് പറയണ പച്ചക്കറി തിന്നണോന്നല്ലേ? കോഴി ഇങ്ങനെ തിന്നാൻ പാടില്ല, കോഴി തിന്നരുത് എന്നല്ലേ പറയാ? അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അഅറാഫ്
ഖുർആൻ പറയുകയാണ് മൂസാ നബിയുടെ സമൂഹത്തിന് അല്ലാഹു വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ, അവർക്ക് ഞാൻ മണ്ണും സെൽവയും അവതരിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ കട്ടിത്തേന് കാടപ്പക്ഷിയുടെ ഇറച്ചിയും കൊടുത്തപ്പോ ബനൂ ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ ഇത് തിന്ന് ഞങ്ങൾ മടുത്തുപോയി, അതുകൊണ്ട് മിൻ ബക്രിഹാ വകിസായിഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ, ഞങ്ങൾക്കിനി പയറും ചീരയും കടലയും ഉള്ളിയും മതി, ഞങ്ങൾക്ക് വെജിറ്റേറിയൻ മതി എന്ന് നോൺ വെച്ച് മടുത്തപ്പോ ബനൂ ഇസ്രായേൽ പറഞ്ഞപ്പോ അല്ലാഹു ചോദിച്ചു, അത്ര ഖുർആനിൽ കാണാം, അതസ്തബ്ദിലൂനല്ലദീ ഹുവ അദിനാ ബില്ലദീ ഹുവ ഖൈർ, ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങൾക്ക് നൽകിയിട്ട് ഏറ്റവും മോശം ഭക്ഷണത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണോ? സുന്ദരമായ കാടപ്പക്ഷിയുടെ ഇറച്ചി തന്നിട്ട് നിങ്ങൾ വെജിറ്റേറിയൻ സവാളയും ഉള്ളിയും മതി എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ? അപ്പൊ ഏറ്റവും നല്ല ഭക്ഷണം നോൺ വെജാണ് എന്ന് ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിന്തിക്ക് മനുഷ്യന്മാരെ, ഞാൻ ആട്ടോ ആഖിറും അല്ല പറയണത്, ഏറ്റവും നല്ല ഭക്ഷണം നോൺ വെജാണ്. അപ്പൊ പിന്നെ ഡോക്ടർ കടിക്കരുതെന്ന് പറഞ്ഞത് ഈ 40 ദിവസം കൊണ്ട് പ്രസവവും കുളിയും മരണവും എല്ലാം കഴിഞ്ഞ ബ്ലോക്ക് കോഴി കടിക്കുന്നത് കൊണ്ടാണ്. നല്ല നാടൻ കോഴി കഴിച്ചു നോക്ക്, ഒരു കുഴപ്പമില്ല. നമ്മുടെ വയസ്സായ ആളുകൾ നോക്ക്, അവർ ഈ ഹോർമോൺ കുത്തിവെക്കാത്ത നാടൻ കോഴി തിന്നതിന്റെ ഉശിരാണ് അവർക്ക്. നമ്മൾ ഈ ബ്ലോക്ക് കോഴി തിന്നപ്പോ നമ്മൾ അതുമാതിരി ആയി പോയിന്നേ ഉള്ളൂ. നല്ല ഭക്ഷണം, നല്ല നോൺ വെജ് കഴിച്ചാൽ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഭക്ഷണം, സംസ്കാരം ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനെ നമ്മളൊരു റഫറൻസ് ഗ്രന്ഥമാക്കണം. എന്നിട്ട് ആ ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഖുർആൻ പഠിക്കാൻ നമുക്കുണ്ടായ തടസ്സം എന്താണ്? ഈ ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്കുണ്ടായ തടസ്സം എന്താണ്? ആ തടസ്സവും കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സദസ്സിൽ നമ്മൾ പഠിക്കേണ്ടത് അതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പറയട്ടെ, സമയായോ? സമയായോ? മധുരമേ ചാരി എന്നിട്ട് 1 മണിക്കൂറും കൂടെ പറയാം. ഞാൻ ഒരു ചാരും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക നേരെ സ്റ്റഡി പടിയായിട്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കും. ഇവിടെ നോക്കി, ഇവിടെ നോക്കി. ഇനി ഈ 3 ദിവസം ഈ സംഘാടകർ നടത്തിയ ഭഗീരഥ പ്രയത്നം അൽഹംദുലില്ലാഹ് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഒരു ഖുർആൻ വിരുന്നവർ നടത്തി 4 ദിവസം, മാഷാ അല്ലാഹ്. അള്ളാഹു ആഖിറത്തിലെ നല്ല ദിവസങ്ങളാക്കി തരട്ടെ. അവന്റെ കലാമിന് വേണ്ടിയുള്ള ഖിദ്മത്തിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതായാലും ഈ മുസ്ലിം കൾച്ചറൽ സൊസൈറ്റി അല്ലെ, മുസ്ലിം യൂത്ത് സെന്റർ, അവർ ഇദം പ്രഥമമായി ഇങ്ങനെ ഒരു വേറിട്ട വഴിയിലൂടെ ചിന്തിച്ചത് വളരെയേറെ അഭിനന്ദനീയമാണ്. അൽഹംദുലില്ലാഹ് എന്റെ നേതൃത്വത്തിൽ ഒരു ഓൾ കേരള ഖുർആൻ മത്സരം നടക്കുന്നുണ്ട് ഈ വരുന്ന റമളാനോടനുബന്ധിച്ച്. ഓൾ കേരള ദുബൈയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, തമാം ഗ്രൂപ്പിന്റെ MD, അവരാണത് ഒറ്റയ്ക്ക് സ്പോൺസർ ചെയ്ത് നടത്തുന്നത്. ചില ഇപ്രാവശ്യം അഖില കേരള അടിസ്ഥാനത്തിൽ നടത്താൻ തീരുമാനിച്ചാണ്. ഗ്രാൻഡ് ഫിനാലെയൊക്കെ നടത്തും തിരുവനന്തപുരം. കോഴിക്കോടല്ലേ, അത് ഇങ്ങോട്ട് മാറ്റിയതാണ്. ആദ്യം കോഴിക്കോടാണ് പ്ലാൻ ചെയ്തത്, അല്ലേ? പിന്നെയാണ് കൗവായിലേക്ക് ആക്കിയത്. 2 പ്രാവശ്യം ഞാനുമായിട്ട് ബന്ധപ്പെടുകയും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ അവർ ചോദിക്കുകയും ചെയ്തത് ഒരു സംഘാടകർ എന്ന രീതിയിൽ അവരുടെ ആ വിനയത്തെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. 2 പരിപാടിയിൽ ഞാനുമായി ബന്ധപ്പെടുകയും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്ത സംഘാടകരുടെ ഒരു സംഘാടക വൈദഗ്ധ്യത്തെ ഞാൻ പൂർണ്ണമായി അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഇതൊക്കെ നടത്താൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഇങ്ങനെ ചിന്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇനി ഖുർആനിന്റെ പ്രചാരകമായി നമ്മൾ മാറണം. ചിന്തകൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഒരു സാധനം ഹാൻഡ് ഓഫ് എ ബാഡ് സെയിൽസ്മാൻ, ഏറ്റവും മോശമായ സെയിൽസ്മാന്റെ കയ്യിൽ കിട്ടിയതാണ് ഖുർആൻ. ഇംഗ്ലീഷ് ചിന്തകന്റെ വാക്കാണ് ഹാൻഡ് ഓഫ് എ ബാഡ് സെയിൽസ്മാൻ. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കിട്ടിയത് ഏറ്റവും മോശം സെയിൽസ്മാന്റെ കയ്യിലാണ്. അവന് വിറ്റഴിക്കാൻ പറ്റൂലല്ലോ. ഖുർആൻ എന്ന അമൂല്യമായ ഗ്രന്ഥം അത് കിട്ടിയത് നമ്മുടെ കയ്യിലായി പോയി. നമ്മൾ ബാഡ് സെയിൽസ്മാനാണ്. ക്രിസ്ത്യാനികൾ അച്ഛന്മാരെ കണ്ടില്ല, പെന്തക്കോസ് പാസ്റ്റർമാരെ, അവരങ്ങാടിയിൽ ആര് കേൾക്കുന്നോ ഇല്ലയോ എന്നൊന്നും വിഷയമല്ല. അവരുടെ തോളുമേൽ ലൗഡ് സ്പീക്കർ തൂക്കിയിട്ടിട്ട് അവർ ഓട്ടോറിക്ഷമേ കയറി ഇരുന്നിട്ട് ബൈബിൾ പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ 4 പേരിരിക്കുന്നിടത്ത് കുൽഹു അല്ലാഹു അത് ഉറക്കോ, അതാ നമുക്ക് നാണാണ്. അവനിപ്പോ എന്ത് വിചാരിക്കും? തീവ്രവാദിയാണോ ചിന്തിക്കൂ. അവനവനായ ഒരു കുഴപ്പമില്ല. അവനവനല്ലാത്തതാകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. നമുക്ക് പേടിയാണ്. ഖുർആൻ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ.
യഥാർത്ഥത്തിൽ ഈ ഖുർആൻ നമ്മുടെ കയ്യിൽ ഒരു ബാഡ് സെയിൽസ്മാന്റെ കയ്യിലായി പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഖുർആനിനെ കുറിച്ച് നാം ചിന്തിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വേര് പിടിച്ചു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ വേരെന്താന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പിഴുതെടുത്ത് കളയോ. ഖുർആൻ ചിന്തിക്കുന്നതിൽ നിന്ന്, ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് പെണ്ണുങ്ങൾ വാതാക്കയില്ലേ? എവിടെയാണ്? രണ്ടു ഭാഗത്തുണ്ട്. എന്നാ മുത്തക്കിങ്ങൾ കേൾക്കി, പ്രത്യേകിച്ച് കണ്ണൂരുകാരെ നിങ്ങൾ കേട്ടോളീൻ. ഖുർആനിനെ ചിന്തിക്കുന്നതിൽ നിന്ന്, ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഒരു വേര്, ആ പാദച്ചൂടം നമ്മൾ വളർന്നിട്ടുണ്ട്. ആ വേര് ഞാൻ ചൂണ്ടിച്ചാൻ തരാം, പക്ഷെ കുടിച്ചെടുത്ത് നിങ്ങൾ പറിച്ചു കളയണം. കളയോ? ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം, നിങ്ങളത് ചെയ്യുവോ? ഉറപ്പുള്ള ഒരു കൈവെക്കും. ആ വേര് നിങ്ങളുടെ വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്. അവനവന്റെ വീട്ടില്, പള്ളിക്കകത്തൊന്നല്ല, അവനവന്റെ വീട്ടിൽ അതുണ്ടെങ്കിൽ അത് വേരോടെ പിടിച്ചു കളയാൻ ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ചെയ്യുന്ന ഉറപ്പുള്ളൊരു കൈ വെക്ക്. നോക്കട്ടെ, കൈയുള്ളവരൊക്കെ പോക്ക്. ഇല്ല നടുക്കവിടെ കുറെ പൊക്കിയൊരു കൈ അങ്ങനെ തന്നെ വെക്ക്. ഇല്ല കൈ ഇല്ലാത്തവരെയാന്ന് നോക്കട്ടെ. ഇവിടെ ചില ആളുകൾക്ക് കൈയില്ല, പോട്ടെ, അത്രയും മതി. ഞാൻ ഈ പൊക്കിയ 1000 പേരിൽ ഒരു 10 പേരെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നുള്ളൂ. 10 പേരെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നുള്ളൂ. അല്ലാത്തതൊക്കെ ഞാൻ വലിയ അവറുകളാണ് എന്ന് പറയാനുള്ള ഒരു ശ്രമത്തിന്റെ ഇടയിലാണ്. ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ.